സംഗീതത്തിലെ ഇതിഹാസ ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. 92 വയസ്സായിരുന്നു. രാജ്യം പത്മവിഭൂഷൺ, ദാദാ ഫാൽക്കെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രനും സ്മിത ഹരിദാസും ഏറ്റവും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ശ്രീനാഥിലേക്കാണ്. ശ്രീനാഥ്, ആശുപത്രിയിലായിരുന്നു എങ്കിലും ഒരു തിരിച്ചുവരവ് കുടുംബം പ്രതീക്ഷിച്ചിരുന്നു. ഈ പറയുന്ന അല്ലാത്ത തരത്തിലുള്ള ആശങ്കയോടുന്ന വാർത്തകൾ ഒഴിവാക്കണമെന്നൊരു അഭ്യർത്ഥനയൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല. ഉണ്ടായ നഷ്ടം അത് നികത്താനാവാത്ത നഷ്ടമെന്ന് വെറുതെ പറയുന്നതല്ല, അക്ഷരാർത്ഥത്തിൽ അതങ്ങനെ തന്നെയാണ്. ശ്രീനാഥ്, തീർച്ചയായും ഇന്നലെ പകലാണ് യഥാർത്ഥത്തിൽ ആശാ ഭോസ്ലെയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അന്ന് ആ സമയം വാർത്താ ഏജൻസികൾ നൽകിയത് അവർക്ക് ഹൃദയാഘാതം ഉണ്ടായ ഉടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നതായിരുന്നു. ബ്രീച്ച് കാൻഡി ആശുപത്രിയിലെ ICUവിലായിരുന്നു ആശാ ഭോസ്ലെ ഇന്നലെ ഉണ്ടായിരുന്നത്. രാത്രിയോടെയാണ് കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് പറയാനുള്ള കാര്യം ഒരു വാർത്താക്കുറിപ്പായി ഇറക്കി. അതിൽ അവർ പറഞ്ഞത് യഥാർത്ഥത്തിൽ നെഞ്ചുവേദനയൊപ്പം തന്നെ വലിയ തളർച്ചയും നെഞ്ചിൽ അണുബാധയും കൊണ്ടാണ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നത് എന്നതാണ്. സ്വകാര്യതയെ മാനിക്കണം എന്നും ആ വാർത്താക്കുറിപ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി ഡോക്ടർമാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്ഥിതി ഒരല്പം ഗുരുതരമാണ് എന്നത് തന്നെയായിരുന്നു. എന്നാലും ആശാ ഭോസ്ലെയുടെ ആരാധകരും കുടുംബവും ഒപ്പം ആശയെ അറിയാവുന്ന എല്ലാവരും തന്നെ അവർ തിരിച്ചു വരും ജീവിതത്തിലേക്ക് എന്നത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥനകളോടെ കാത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും മരണ വാർത്തയാണ് ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത്. നാളെ ഇപ്പോൾ പൊതുദർശനം ഉണ്ടാകും എന്നതാണ് മകൻ ആനന്ദ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നാളെ 11 മണിക്ക് വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും എന്നതാണ്. വൈകിട്ട് 4 മണിയോടെ മുംബൈയിലെ ശിവാജി പാർക്കിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നതും കുടുംബം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവസാനമായി ഒരു നോക്ക് കാണാനൊക്കെയുള്ള അവസരം ഇനിയിപ്പോൾ നാളെയാകും ഉണ്ടാവുക എന്നതാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സംഗീത രംഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലതാ മങ്കേഷ്കർ സഹോദരിയെ പോലെ തന്നെ വിഖ്യാതയായ ഗായികയാണ്. ഏറ്റവും കൂടുതൽ പാട്ടുകൾ റെക്കോർഡ് ചെയ്തതിൻ്റെ ഗിന്നസ് ബുക്കിൽ അടക്കം ഇടം പിടിച്ച ഗായികയാണ്. പല ഭാഷകളിലായി, അത് 9 ഭാഷയാണോ 10 ഭാഷയാണോ എന്നറിയില്ല, ചിലയിടങ്ങളിൽ അത് 20 ഭാഷകളിലധികം എന്നൊക്കെ കാണുന്നുണ്ട്. അത് എത്രയായാലും അനവധി ഭാഷകളിലായി 12,000-ലധികം പാട്ടുകൾ പാടിയിട്ടുള്ള ഗായികയാണ് ആശാ ഭോസ്ലെ. 2 തവണ ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള, ദാദാ സാഹിബ് പുരസ്കാരം നേടി, 2008 പത്മവിഭൂഷൺ പുരസ്കാരം നൽകി. അങ്ങനെ രാജ്യത്തിൻ്റെ അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള, രാജ്യത്തെ സംഗീതത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തി കാണിച്ചിട്ടുള്ള ഗായികയാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. ഏറെ ദുഃഖകരമായ വാർത്ത ഇപ്പോൾ മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ നിന്നാണ് വരുന്നത്. ഹഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.